ത്രിയേക ദൈവത്തിൻ്റെ അതിവിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആത്മീയ യാത്രയിലെ എൻ്റെ ഇഷ്ടഗാനങ്ങൾ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഫാദർ ബിനോ ഫിലിപ്പ് ചിങ്ങവന. യാക്കോബായ സുറിയാനി സഭയിൽ കോട്ടയ്ക്കൽ മോർ ബെസേലിയോസ് യാക്കോബായ സിംഹാസന ദേവാലയത്തിൽ വികാരിയായി ശുശ്രൂഷ ചെയ്യുന്നു. ഇത് എൻ്റെ സഹധർമ്മിണി അബിയ ബിനോ. കോട്ടയം മെഡിക്കൽ കോളേജിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതത്തെ ഒത്തിരി സ്പർശിച്ച, പ്രതിസന്ധിയിലും പ്രതികൂലതകളിലും സന്തോഷത്തിലും സമാധാനത്തിലും ഞങ്ങൾക്ക് ആശ്വാസം പ്രദാനം ചെയ്ത ഒരു പിടി ക്രിസ്തീയ ഗീതങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവരെയും സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ കുർബാനയിലെ ശ്രേഷ്ഠമായ ഗീതങ്ങളിൽ ഒന്നാണ് നാഥ നിൻ മൃതി ഓർത്തങ്ങൾ. യേശുക്രിസ്തുവിൻ്റെ ഇഹലോകപരമായ ജീവിത ദൗത്യം അത് മനുഷ്യ ജീവിതത്തിന് എത്രമാത്രം സ്പർശനം ഏകുന്നു എന്നുള്ള ഒരു വലിയ ഭാഗമാണ് ഈ ചെറു ഗീതത്തിൽ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. ആ ഒരു വലിയ ബോധ്യത്തോടുകൂടി നമുക്ക് നാഥ നിൻ മൃതിയോർത്തങ്ങൾ സുറിയാനി സഭയിലെ വിശുദ്ധ കുർബാനയിലെ ശ്രേഷ്ഠമായ ഗീതങ്ങളിൽ ഒന്ന് ഇപ്പോൾ ആലപിക്കാം. നിൻ മൃതിയോർത്തങ്ങൾ നിന്നോ ദാനമതേ ജ്യോതി കാക്കുന്നു നിൻ പുനരാഗമനം വാഴ്വരുളുക ഞങ്ങൾക്കെന്നും. നിന്റെ ഹിതം പോലെ എന്നെ നടത്തണമേ. ദൈവത്തിനു മുമ്പാകെ പരിപൂർണമായി സമർപ്പിക്കുന്ന ഒരു അവസ്ഥ. ദൈവം ആഗ്രഹിക്കുന്ന വഴികളിൽ കൂടി മാത്രം സഞ്ചരിച്ച പിതാക്കന്മാർ വിശുദ്ധ വേദപുസ്തകത്തിൽ ഉണ്ട്. ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് നടന്നവർ എത്തേണ്ട ലക്ഷ്യസ്ഥാനത്ത് വിജയകരമായി ചെന്നു ചേരുവാൻ സാധ്യമായി. മനുഷ്യരായ നമ്മൾ ദൈവത്തിന് മുമ്പിൽ സമർപ്പിതമായി അവൻ കാണിച്ചു തന്ന പാതയിലൂടെ സഞ്ചരിച്ച് അവൻ്റെ ഹിതം നമ്മളിൽ പ്രാവർത്തികമാകുവാൻ സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു. നിന്റെ ഹിതം പോലെ എന്നെ നടത്തണമേ എന്നുള്ള ഗീതം ഇപ്പോൾ ആലപിക്കുന്നു.
നിന്റെ ഗീതം പോലെന്നെ നിത്യം നടത്തിയിടണമേ. ഞാൻ യോഗ്യനല്ല യേശുവേ, നിൻ സ്നേഹം പ്രാപിപ്പാൻ എന്ന് തുടങ്ങുന്ന ഗീതമാണ് അടുത്തതായി ആലപിക്കുന്നത്. മനുഷ്യരായ നമ്മൾ എല്ലാവരും കുറവുകളുള്ളവരാണ്. കുറവിൻ്റെ മധ്യത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ആത്മാർത്ഥമായി അടുത്തു വരുമ്പോൾ അവൻ നമ്മെ ചേർത്ത് അണയ്ക്കും. കുറവുകൾ മനസ്സിലാക്കി വന്നവനാണ് മുടിയനായ പുത്രൻ. അവൻ അപ്പൻ്റെ അരികിൽ വരുമ്പോൾ യാതൊരു നിബന്ധനയുമില്ലാതെ അപ്പൻ അവനെ ചേർത്ത് പിടിച്ചു. ഒരു നിബന്ധനയുമില്ലാതെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ അരികിലേക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് ചേർത്ത് പിടിക്കാം. ഞാൻ യോഗ്യനല്ല യേശുവേ, നിൻ സ്നേഹം പ്രാപിപ്പാൻ. ഞാൻ യോഗ്യനല്ല യേശുവേ,
പൊന്നേശു തമ്പുരാൻ നല്ലൊരു രക്ഷകൻ. വളരെയധികമായ പ്രശസ്തമായ ഗീതമാണ്. ഔന്നത്യത്തിൽ മുറുകെ പിടിക്കാതെ ദാസനായി മനുഷ്യനായി ദൈവം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അവനെപ്പോലെ നാം ആയിരിക്കുവാൻ വളരെ നല്ല അർത്ഥവത്തായ ഗീതം, മനസ്സിന് കുളിർമ നൽകുന്ന, ആശ്വാസം നൽകുന്ന ഗീതം ഇപ്പോൾ ആലപിക്കുന്നു. പൊന്നേശു തമ്പുരാൻ നല്ലൊരു രക്ഷകൻ.
സത്യസുറിയാനി സഭയിലെ വിശുദ്ധ കുർബാന മധ്യത്തിൽ ആലപിക്കുന്ന ഗീതം സർവാധിപനാം കർത്താവേ എന്ന് തുടങ്ങുന്ന ഗീതം യേശുക്രിസ്തു ഇഹലോകത്തിൽ ജീവിച്ചിരുന്നപ്പോൾ സംസാരിച്ച ഭാഷയായ അറാമായ ഭാഷ, ആ സുറിയാനി ഭാഷയിൽ ഇപ്പോൾ ഈ ഗീതം ആലപിക്കുന്നു. റാഹേമേലേ ആലോഹോ ആബോ ആഹിദുകുൽ ലോകും ശബഹീന ലോകും ബർകീന ലോകും സ്വഗദീന ബോയേനാൻ മേനോ മോറിയോ ആലോഹോ ഉസ്തോ ബോവേ സറാ ഹേമേല. ഈ ലോക ജീവിതത്തിൽ മനുഷ്യനെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന ഒരു വിഷയമാണ് ദുഃഖം. എല്ലാ മനുഷ്യരും അതിൽ നിന്നൊരു വിമോചനം ആഗ്രഹിച്ചാണ് ജീവിക്കുന്നത്. ഈ എഴുത്തുകാരൻ നല്ല രീതിയിൽ മനുഷ്യ മനസ്സിനെ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. ദൈവത്തോട് ചോദിക്കുകയാണ്, എന്ന് എൻ്റെ ദുഃഖം തീരും? നിൻ്റെ അരികിലേക്ക് വന്ന് ചേരുന്ന ആ നിമിഷം എൻ്റെ എല്ലാ ദുഃഖവും പരിപൂർണമായിട്ട് തീരും എന്നുള്ള പ്രത്യാശയോടുകൂടി നമുക്ക് ഈ ഗീതം ഇപ്പോൾ ശ്രവിക്കാം. ഇന്നെനിക്ക് ദുഃഖം തീരുമോ പൊന്നു കാന്താനിൻ സന്നിധിയിൽ ഇന്ന് വന്നു ചേരും ഞാൻ. ഇന്നെനിക്ക് ദുഃഖം തീരുമോ പൊന്നു കാന്താനിൻ സന്നിധിയിൽ ഇന്ന് വന്നു ചേരും ഞാൻ. നിനക്കൽ പോയിലെ സമസ്തമായും ആത്മക്ലേശവും എന്നു ശാലോ. നിനക്കൽ പൂവിലെ സമസ്തമായി ആത്മക്ലേശവും എന്നു ശാലോ. നിനച്ച വാസ്തവം അറിഞ്ഞി സാധുൻ പരമസിയോ ഓടിപ്പോകുന്നു. നിനച്ച വാസ്തവം അറിഞ്ഞി സാധു ഞാൻ പരമസിയോ ഓടിപ്പോകുന്നു. ഇന്നെനിക്ക് ദുഃഖം തീരുമോ പൊന്നു കാന്താനിൻ സന്നിധിയിൽ ഇന്ന് വന്നു ചേരും ഞാൻ. കോഴി തൻ്റെ കുഞ്ഞു കോഴിയെ എൻ കാന്തനെ തൻ കീഴിൽ വെച്ചു വളർത്തുന്നോദമാൻ. കോഴി തൻ്റെ കുഞ്ഞു കോഴിയെ എൻ കാന്തനെ തൻ കീഴിൽ വെച്ചു വളർത്തും മോദമാൻ. ഒഴിച്ചു സകല ജീവചിന്ത കഴിച്ചു സമസ്ത പോരുമതി. ഒഴിച്ചു സകല ജീവചിന്ത കഴിച്ചു സമസ്ത പോരുമതി. വഴിക്കു നിന്നാൽ വിളിച്ചു അതിൻ്റെ ചിറകിൽ സുഖിച്ചു വസിക്കുവാൻ. വഴിക്കു നിന്നാൽ വിളിച്ചു അതിൻ്റെ ചിറകിൽ സുഖിച്ചു വസിക്കുവാൻ.
ഇന്നെനിക്കും ദുഃഖം തീരുമോ പൊന്നു കാന്താ നീ സന്നിധിയിൽ ഇന്നു വന്നു ചേരും ഞാൻ. തനിച്ചു നടക്കാൻ ത്രാണി പോരാത്ത കുഞ്ഞിനെ തൻ വനത്തിൽ വിടുമോ വാനരൻ പ്രിയ. തനിച്ചു നടക്കാൻ ത്രാണി പോരാത്ത കുഞ്ഞിനെ തൻ വനത്തിൽ വിടുമോ വാനരൻ പ്രിയ. അനച്ചപ്പത്തി വസിപ്പാൻ മാറും ഇതിനു വേണ്ട സമസ്ത വഴി. അനച്ചപ്പത്തി വസിപ്പാൻ മാറും ഇതിനു വേണ്ട സമസ്ത വഴി. തനിക്കു ലഭിച്ച കഴിവ് പോൽ കൊടുത്തു പോറ്റുന്നതിൻ്റെ തള്ളയും. തനിക്കു ലഭിച്ച കഴിവ് പോലെ കൊടുത്തു പോറ്റുന്നതിൻ്റെ തള്ളയും. ഇന്നെനിക്കും ദുഃഖം തീരുമോ പൊന്നു കാന്താ നീ സന്നിധിയിൽ ഇന്നു വന്നു ചേരും ഞാൻ. ശീലം വരുവാൻ മക്കളെ കഴുകൻ തൻ പുരമറിച്ചു വീണ്ടും കനിവ് കണ്ടതിൽ. പറക്കശീലൻ വരുവാൻ മക്കളെ കഴുകൻ തൻ പുരമറിച്ചു വീണ്ടും കനിവ് കണ്ടതിൽ. പറന്നു താഴെ പതിച്ചതോ നീ പിടിച്ചു വീഴാൻ തുടങ്ങുന്നേ. പറന്നു താഴെ പതിച്ചതോ നീ പിടിച്ചു വീഴാൻ തുടങ്ങുന്നേ. പറന്നു താഴിട്ടതിന് ചിറകിൽ വഹിച്ചു വീണ്ടും നടത്തും തള്ളയും. പറന്നു താഴിട്ടതിന് ചിറകിൽ വഹിച്ചു വീണ്ടും നടത്തും തള്ളയും. ഇന്നെനിക്കും ദുഃഖം തീരുമോ പൊന്നു കാന്താ നീ സന്നിധിയിൽ ഇന്നു വന്നു ചേരും ഞാൻ. നീ എൻ്റെ സർവവും, നീ എനിക്ക് ഉള്ളവൻ. നിന്റെ ജീവൻ കൊണ്ടാണ് ഞാൻ ഈ ഭൂമിയിൽ ആയിരിക്കുന്നത്. ആ ഒരു വലിയ ബോധ്യത്തോടെ യേശുക്രിസ്തുവിൽ പരിപൂർണമായി സമർപ്പിച്ചു. തേനിലും മധുരമായ യേശുക്രിസ്തു, അവനെ രുചിച്ചു നോക്കുവാൻ ഭാഗ്യം ലഭിച്ചവനും ലഭിച്ചവളുമാണ് നാം. വിശുദ്ധ കുർബാനയിലൂടെ ഇറങ്ങി വരുന്ന ആ ദൈവത്തെ നമുക്ക് രുചിച്ച് അറിയാം, അവനിൽ നിറയാം, അവനോട് ചേർന്ന് ജീവിക്കാം. നീ എൻ്റെ സർവവും, നീ എനിക്ക് ഉള്ളവൻ എന്നുള്ള ഗീതം ഇപ്പോൾ ആലപിക്കുന്നു. എന്റെ സർവവും, നീ എനിക്കുള്ളവൻ. നീ എന്റെ സർവവും, എല്ലാറ്റിലും ജീവനിൻ പേർക്കായി തന്നതിനാ. നീ എന്റെ സർവവും, എല്ലാറ്റിലും തേനിലും മധുരമാ, തേനിലും മധുരമാ യേശുക്രിസ്തു മാധുര്യമാ. രുചിച്ചു നോക്കി ഞാൻ
കർത്തൻ കൃപകളെ യേശു ക്രിസ്തു മാധുര്യമാ രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ യേശു ക്രിസ്തു മാധുര്യമാ യേശു ക്രിസ്തു മാധുര്യമാ രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ യേശു ക്രിസ്തു മാധുര്യമാ രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ യേശു ക്രിസ്തു മാധുര്യമാ. ദൈവകരുണയിൽ നിറഞ്ഞു നിൽക്കുന്ന അനുഭവം അതേതൊരു മനുഷ്യനും അതിയായി ആഗ്രഹിക്കുന്നതാണ്. ദൈവത്തിൻ്റെ കരുണ. സുറിയാനി സഭയുടെ പ്രാർത്ഥനയിൽ സുതാറ പ്രാർത്ഥന ആരംഭിക്കുന്നത് തന്നെ ഇങ്ങനെയാണ്: കരുണയുള്ള ദൈവമേ, നിൻ്റെ വാതിൽ ഞങ്ങളുടെ അപേക്ഷയുടെ സ്വരം മുട്ടുന്നു. ദൈവത്തിൻ്റെ കരുണയിൽ നിറഞ്ഞു നിൽക്കണം എന്നുള്ള ഒരു ബോധ്യത്തോടു കൂടി ഈ ഗീതം നമുക്ക് ആലപിക്കുന്നു. ദൈവ
ദേവസുതൻ പശുശാലയിൽ നരനാ അവതരിച്ചതു വെറും കഥയാ. ദേവസുതൻ പശുശാലയിൽ നരനാ അവതരിച്ചതു വെറും കഥയാ. ഭുവനമൊന്നാകെ ചമച്ചവനോർ ചെറുപവനവും ലഭിച്ചതിൽ നിന്നും. ഭുവനമൊന്നാകെ ചമച്ചവനോർ ചെറുപവനവും ലഭിച്ചതിൽ നിന്നും. ദൈവകരുണയിൻ ധനമാഹാത്മ്യം നാവാൽ വർണ്ണ്യമോ. ദൈവകരുണയിൻ ധനമാഹാത്മ്യം. അനുദിനമനവധി അനുഗ്രഹഭാരം അനുഭവിച്ചൊരു ജനമവന്. അനുദിനമനവധി അനുഗ്രഹഭാരം അനുഭവിച്ചൊരു ജനമവന്. കനിവൊരു കണികയുമെണ്ണി നൽകി കഴുമാരം ചുമപ്പതു കാൺമിൻ. കനിവൊരു കണികയുമെണ്ണി നൽകിയ കഴുമാരം ചുമപ്പതു കാൺമിൻ. ദൈവകരുണയിൻ ധനമാഹാത്മ്യം നാവാൽ വർണ്ണ്യമോ. ദൈവകരുണയിൻ ധനമാഹാത്മ്യം നാവാൽ വർണ്ണ്യമോ. ദൈവകരുണയിൻ ധനമാഹാത്മ്യം. കണ്ണുനീരെന്നു മാറുമോ, വേദനകൾ എന്നു തീരുമോ? കഷ്ടപ്പാടിൻ്റെ കാലങ്ങളിൽ രക്ഷിപ്പാനായി നീ വരണമേ എന്ന് ദൈവത്തോട് നിലവിളിക്കുന്ന ശബ്ദം. മനുഷ്യ മനസ്സിന് ഏറ്റവും വേദനയുണ്ടാക്കുന്ന കാര്യങ്ങളാണ് കണ്ണുനീർ. ദൈവസന്നിധിയിൽ സ്വീകരിക്കപ്പെടുന്ന പ്രാർത്ഥനയും കണ്ണുനീരിൻ്റെ പ്രാർത്ഥനയാണ്. കണ്ണുനീര് തകർച്ചയുടെ അനുഭവമായി പലരും വ്യാഖ്യാനിക്കുന്നുണ്ട്. ഈ തകർച്ച എൻ്റെ ജീവിതത്തിൽ എന്ന് മാറ്റപ്പെടും എന്നുള്ള ഒരു വലിയ ചിന്തയോടുകൂടി നമുക്ക് ഈ ഗീതം കേൾക്കാം.
കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിപ്പാനായി നീ വരണേ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിപ്പാനായി നീ വരണേ. കണ്ണുനീർ ഇന്നു മാറുമോ, വേദനകളിന്നു തീരുമോ? കണ്ണുനീർ ഇന്നു മാറുമോ, വേദനകളിന്നു തീരുമോ? വിശ്രമനാട്ടിൽ എത്തുവാൻ വെമ്പൽ കൊള്ളും നീ. അരനെ വിശ്രമനാട്ടിൽ എത്തുവാൻ വെമ്പൽ കൊള്ളും നീ. ലേശം താമസം വയ്ക്കല്ലേ, നിൽപ്പാൻ ശക്തി തെല്ലുമില്ലായേ. ലേശം താമസം വയ്ക്കല്ലേ, നിൽപ്പാൻ ശക്തി തെല്ലുമില്ലായേ. കണ്ണുനീർ ഇന്നു മാറുമോ, വേദനകളിന്നു തീരുമോ? കണ്ണുനീർ ഇന്നു മാറുമോ, വേദനകളിന്നു തീരുമോ? ആത്മീയ യാത്രയിൽ എൻ്റെ ഇഷ്ടഗാനങ്ങൾ എന്ന പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കുകയും
ആശ്വസിപ്പിക്കുകയും ചെയ്ത ഒരുപിടി ഗീതങ്ങളുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത്. എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് വളരെ വിനയത്തോടുകൂടി അപേക്ഷിച്ച് ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ചവരോടും ഇതിൻ്റെ ശ്രോതാക്കളോടും എല്ലാവരോടുമുള്ളതായ നന്ദി, സ്നേഹം അറിയിച്ചുകൊണ്ട് സർവശക്തനായ ദൈവത്തിൻ്റെ കൃപ നിങ്ങളിലും നിങ്ങൾക്കുള്ള സകലതിലും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവനാമം എന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ആമീൻ.